കാത്തോട്ടി നാട്ടിൽ നിന്ന് വരുന്ന ഫുൾ വീഡിയോ ഇടാമോ ചേച്ചിന്ന് കുറേ പേര് ചോദിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇന്ന് പോസ്റ്റ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. ഈ ഭാഗങ്ങളൊക്കെ നിങ്ങൾ ഷോർട്സിൽ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ പറയാം, ദേ കാത്തോട്ടി ഒരുങ്ങി റെഡിയായി നിൽക്കുകയാണ് വരാൻ. അപ്പനോടും അമ്മൂമ്മയോടും എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. എൻ്റെ കേശൂട്ടനായിരുന്നു കേട്ടോ അന്ന് ആദ്യം കരഞ്ഞത്. അവൻ്റെ കരച്ചിൽ കണ്ടപ്പോൾ ശരിക്കും സങ്കടം വന്നു. പിന്നെ ഞങ്ങളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തി. ഇനി മാമച്ചിയോടും മാമിയോടും കേശൂരിനോടും ഒക്കെ യാത്ര പറയുന്ന രംഗമാണ്. ശരിക്കും എയർപോർട്ട് എന്ന് പറയുന്ന ഒരു സംഭവം തന്നെയാണല്ലേ. ഒരു സൈഡിൽ സങ്കടപ്പെടുന്നവരുടെയും മറു സൈഡിൽ സന്തോഷത്തിരിക്കുന്നവരെയും നമുക്ക് ഒരുമിച്ച് കാണാൻ പറ്റുന്ന ഇടം. അങ്ങനെ യാത്രയൊക്കെ പറഞ്ഞ് നമ്മളിത് ആക്കിയൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഇനി ഫ്ലൈറ്റിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. കുറച്ച് നേരം ഇരിക്കേണ്ടി വന്നു കേട്ടോ. ഒരു 2 മണിക്കൂറുടെ ഡിലേ ആയിരുന്നു ഫ്ലൈറ്റ്. അങ്ങനെ എല്ലാം സെറ്റായി ഇനി ഫ്ലൈറ്റിലോട്ട് കയറാൻ പോവാണ്. പ്രതീക്ഷയോടെ ഇരിക്കുകയാണ് കാത്തൂട്ടി അച്ഛനെ കാണുന്നത് ഓർത്ത്. അങ്ങനെ നമ്മുടെ സീറ്റൊക്കെ കണ്ടെത്തി കാത്തൂട്ടി സ്ഥാനം ഉറപ്പിച്ചു കേട്ടോ. ഫ്ലൈറ്റ് കയറിയാൽ എന്താണെന്നറിയില്ല, എൻ്റെ മോക്ക് അപ്പം വിശക്കാൻ തുടങ്ങും. ഇന്ന് അതിന് മുമ്പേ തുടങ്ങി. കാരണം ഫ്ലൈറ്റിൽ നിന്ന് ഫുഡ് വാങ്ങിച്ചു കൊടുക്കണമെന്നുള്ളത് ആൾക്ക് ഇച്ചിരി നിർബന്ധമുള്ള കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, കാത്തൂട്ടി ആദ്യമായിട്ട് സ്പൈസി നൂഡിൽസ് കഴിച്ചത് ഫ്ലൈറ്റിൽ വെച്ചിട്ടാണെന്ന്. അതൊക്കെ പോട്ടെ, ഫ്ലൈറ്റ് മുന്നോട്ട് നീങ്ങുന്തോറും എനിക്കെന്തോ ഒരു ടെൻഷൻ പോലെ. ഇപ്പോൾ കുറേ ആയി ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ടെങ്കിലും എനിക്കെന്തോ ചെറിയൊരു പേടിയൊക്കെ ഉള്ളിലുണ്ട് കേട്ടോ. പക്ഷെ നമ്മുടെ കാത്തൂട്ടിക്ക് അങ്ങനെയൊന്നുമില്ല. അവൾ കയറി ഉടനെ നല്ല ഉറക്കം തുടങ്ങി. ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ടിരുന്ന് കുറേ നേരം വീഡിയോ എടുക്കണമെന്നൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. പിന്നെ ചെറിയൊരു പേടി, എന്നാലും വീഡിയോ എടുത്തു. ഇതൊക്കെ കാത്തൂട്ടി തന്നെ പിന്നെ കാണിച്ചു കൊടുക്കാമല്ലോ എന്ന് വെച്ചിട്ട്. ദേ ഇവിടെ ഒരാൾ ഒന്നും അറിയാതെ നല്ല ഉറക്കത്തിലാണ്. ഇടയ്ക്ക് എന്തോ ഭാഗ്യത്തിനൊന്ന് എണ്ണീറ്റ് കിട്ടോ. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഫ്ലൈറ്റ് മൂവ് ചെയ്യാത്ത പോലെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. കാത്തൂട്ടി എന്നോട് പറയാം ഉറക്കത്തിൽ എണ്ണീറ്റിട്ട്, അമ്മ ഈ ഫ്ലൈറ്റ് എന്താ ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത്, ഇത് താഴെ ഇറക്കാൻ പറയാമെന്ന്. അങ്ങനെതാ വീണ്ടും ഉറങ്ങാനുള്ള പാവത്തിലൊക്കെ ആയി. നമ്മൾ ലാൻഡ് ചെയ്യാറായി കേട്ടോ. ചെവിയൊക്കെ വേദനിച്ച് തുടങ്ങി. ദാ പുറത്ത് നമ്മുടെ ഷാർജ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇനി അച്ഛൻ ഇവിടെ എത്തിക്കാണും, അച്ഛൻ വന്നു കാണുമോ എന്നൊക്കെയായിരുന്നു എൻ്റെ ടെൻഷൻ. അങ്ങനെ നമ്മൾ സേഫായിട്ട് ലാൻഡ് ചെയ്തു. ഇനി നമുക്ക് ലഗേജ് എടുക്കാൻ പോവാട്ടോ. ലഗേജിൻ്റെ അവിടെയും കുറച്ച് നേരം നിൽക്കേണ്ടി വന്നു. കുറച്ചല്ല, കുറച്ചധികം നേരം. അങ്ങനെ ദാ വരുന്നു നമ്മുടെ ആദ്യത്തെ പെട്ടി, വാസുകി, കൊച്ചി ടു ഷാർജ. അങ്ങനെ നമ്മുടെ ലഗേജൊക്കെ കിട്ടി. ഇനി നമ്മൾ അച്ചാച്ചിയെ കാണാൻ വേണ്ടി പോവാണ്. കാത്തൂട്ടിയോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അച്ഛനെ കണ്ടു കഴിയുമ്പോൾ എന്നെ പിന്നെ അറിയാത്ത ഭാവം നടിക്കലേടിയെന്ന്. എന്നിട്ടോ ദേ നോക്കി, അച്ഛനെ അവിടുന്ന് ഞാൻ കണ്ടുപിടിച്ചു. കാത്തൂട്ടി ഇപ്പോഴും തപ്പിക്കൊണ്ടിരിക്കുക. ദേ കണ്ടേ, ബാഗൊക്കെ കളഞ്ഞിട്ട് അവിടെ ഓടിച്ചെന്നു കേട്ടോ. ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എനിക്കും ഒരു സമാധാനമായത്. അച്ഛനില്ലാതെ ഇന്ന് നാട്ടിലോട്ട് പോകുന്നില്ലാന്ന് ഞങ്ങളും വെച്ചു കേട്ടോ. ഒരു രസമില്ല, എല്ലാവരും ജോലിക്കാർ, നമുക്ക് എങ്ങോട്ടൊന്നും പോകാനും പറ്റില്ലെന്ന്. അങ്ങനെ ദാ വീട്ടിലെത്തിട്ടോ. ബാക്കിയൊക്കെ നിങ്ങൾ കാണാൻ